ഹലോ! നമുക്കിന്ന് ഇതുപോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോൾഡ് പോസ്റ്റിംഗ് ഗ്ലേഡ് റെസിപ്പി നോക്കിയാലോ? ഞാനിത് ഈ 240 ml കപ്പിലാണ് മെഷർമെൻറ്റ്സ് എല്ലാം എടുക്കുന്നത്. ആ ഒരു കപ്പിൽ ഞാൻ ഒരു 1/4 കപ്പ് ഗം എടുത്തിട്ടുണ്ട്. ആ സെയിം മെഷർമെൻറ്റിൽ തന്നെ ഞാൻ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. കളർലെസ് ആയിട്ടുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കറക്റ്റ് ഒരു ദോശമാവിൻ്റെ പരുവാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ദേ ഇതുപോലെ. എന്നിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. നല്ലപോലെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് കട്ട കുത്തുന്ന പോലെ തോന്നും. അത് നോർമലാണ്, കാര്യമാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ടു വരാനായിട്ട് തുടങ്ങും. അതാണ് ഇതിന് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് മാത്രം കോൺഫ്ലവർ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ദേ ഇപ്പം ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവായിട്ടുണ്ട്. പിന്നെയും കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് കുഴച്ചെടുക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് പാടില്ലൊക്കെ നല്ലപോലെ കുഴച്ചെടുക്കണം. കോൺഫ്ലവർ കുഴച്ച് നല്ലൊരു മൊത്തത്തിലെല്ലാം മിക്സായി വന്നതിന് ശേഷം കുറച്ച് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഓയിലോ ലോഷൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പരട്ടിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന വരെ നല്ലപോലെ കുഴച്ചെടുക്കുക. ഞങ്ങൾക്ക് ഒരുപാട് നേരം എടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഒരു പരുവായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് പെർഫെക്റ്റ് ആയോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് വലിച്ചെടുക്കുക. ഒരു പോർഷൻ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ടീയർ ഡ്രോപ്പ് അല്ലെങ്കിൽ മയത്തുള്ളിയുടെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകുന്ന അർത്ഥം. ഞാനിത് പിന്നെയും നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കുന്നതിനും കുറച്ച് മുന്നേ നല്ലപോലെ കുഴച്ചെടുത്ത് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ മോയ്സ്ചറൈസറൊക്കെ തേച്ചിട്ടാണ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നത്. ഇപ്പോഴും നോക്കി ഞാൻ ആ ഒരു ടെസ്റ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ടീയർ ഡ്രോപ്പ് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫിനിഷിങ് മനസ്സിലാക്കാൻ ഞാനൊരു ടെസ്റ്റ് കൂടെ കാണിച്ചു തരാം. ഞാൻ നല്ലപോലെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നല്ലപോലെ റബ്ബ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ഫിനിഷിങ് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇതെങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് കാണിച്ചു തരാം. കയ്യിൽ നല്ലപോലെ മോയ്സ്ചറൈസർ ആക്കിയിട്ട് അത് ക്ലേയിൽ നല്ലപോലെ പരട്ടി കൊടുക്കുക. അതിന് ശേഷം ക്ലിംഗ് റാപ്പിൽ റാപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇത് ഇനി അടുത്ത ദിവസമാണ് എടുക്കുന്നത്. ഇത് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള മോഡൽസിൻ്റെ വീഡിയോസൊക്കെ അടുത്ത വീഡിയോസ് ചെയ്യാമേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.